പരാജയങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ബിന്ദു കൃഷ്ണയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത് കൊല്ലത്തിന് UDF നൽകുന്ന അംഗീകാരം കൂടിയാണ്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി മുതൽ രാഷ്ട്രീയകാര്യ സമിതി അംഗം വരെയുള്ള പാർട്ടി പദവികൾ അലങ്കരിച്ച ബിന്ദു കൃഷ്ണയ്ക്ക് മന്ത്രി പദവിയിലൂടെ ലഭിക്കുന്ന ഉത്തരവാദിത്വം പ്രതീക്ഷയോടെയാണ് പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. 16,830 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൊല്ലം നിയമസഭാ മണ്ഡലം നൽകിയ വിജയം ബിന്ദു കൃഷ്ണയെ മന്ത്രി പദവിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. KSU മുതൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടി പദവികൾ പലതും ബിന്ദു കൃഷ്ണയെ തേടിയെത്തി. കൊല്ലം DCC പ്രസിഡന്റ്, ദേശീയ മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സമിതി അംഗം വരെയുള്ള പദവികളിൽ എത്തിയപ്പോഴും പാർലമെന്ററി പദവികളിൽ എത്തിപ്പെടാൻ ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. 2011 ചാത്തന്നൂരിൽ നിന്നും നിയമസഭയിലേക്കുള്ള കന്നിയംഗത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 2014 പാർട്ടി ആറ്റിങ്ങലിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചുവെങ്കിലും വിജയിക്കാനായില്ല. 2021 കൊല്ലത്ത് M മുകേഷിനെതിരെ നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കൊല്ലം മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചാണ് ബിന്ദു കൃഷ്ണ ഈ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയത്. കഴിയുമ്പോഴും പരിഹാസങ്ങൾ നിരവധി കേട്ട ബിന്ദു കൃഷ്ണ ഒന്നിനും മറുപടി പറയാതെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായി തുടരുകയായിരുന്നു. വീണ്ടും ഒരു അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൊല്ലത്ത് പ്രവർത്തിച്ച ബിന്ദു കൃഷ്ണ വിജയിച്ചു. പരാജയപ്പെടുന്ന സീറ്റുകളിലാണ് മുൻപ് പാർട്ടി കൂടുതൽ പരിഗണിച്ചെന്ന പരാതി ഉണ്ടായിരുന്നെങ്കിലും ലഭിക്കുന്നത് ഏത് വകുപ്പാണെങ്കിലും VD സതീശൻ സർക്കാരിൽ ജനകീയ മന്ത്രിയായി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ശ്രമിക്കുമെന്നും ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന ഉറപ്പിലാണ് ബിന്ദു കൃഷ്ണ ജനങ്ങൾക്ക് നൽകുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.